പാകിസ്ഥാൻ അതിർത്തിയിൽ നടക്കുന്നത് ഒരു യുദ്ധമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമാബാദിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് അഥവാ PTI എന്ന് പറയുന്ന പാർട്ടി. കഴിഞ്ഞ കുറേ കാലമായി അവർ പ്രക്ഷോഭത്തിലായിരുന്നു. അവരുടെ നേതാവായ ഇമ്രാൻഖാൻ ജയിലിലാണ്. ഇസ്ലാമാബാദിലേക്കാണ് അവരുടെ എല്ലാ പ്രക്ഷോഭങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞത് ബംഗ്ലാദേശ് മോഡൽ ഇവിടെയും അനിവാര്യമാണ്, കാരണം ഈ ഭരണകർത്താക്കളെ നാടുകടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പ്രക്ഷോഭം കനക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായിക്കൊണ്ട് പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിക്കുന്ന താലിബാന്റെ ബ്രാഞ്ചായ ഭീകര സംഘടന തെഹ്രീക്ക് ഇ താലിബാൻ TTP അവർക്കൊപ്പം അണിചേരുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്ന. ഒപ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവർ പാക് സൈനികരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചാവേർ ആക്രമണം ഉൾപ്പെടെ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഗ്രൂപ്പ് BLA. അതായത് BLAയും TTPയും PTIയും ഒക്കെ ചേർന്ന് ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാനിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ അത് വലിയ രീതിയിലേക്ക് ആളിക്കത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ നില കൂടുതൽ പരിതാപകരമാകും. ഒരു ഭാഗത്ത് അഫ്ഗാൻ പാകിസ്ഥാൻ പോരാട്ടം, ഒപ്പം തന്നെ സ്വന്തം രാജ്യത്ത് നടക്കുന്ന സിവിൽ വാർ, അതിലേക്ക് പാകിസ്ഥാൻ മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്ലാമാബാദിലേക്കുള്ള വഴികളെല്ലാം വലിയ കണ്ടെയ്നർ ലോറികൾ അടുക്കിയിട്ട് അടച്ചിരിക്കുകയാണ്. ഏതാണ്ട് 29ഓളം പ്രധാനപ്പെട്ട വഴികളാണ് ഇസ്ലാമാബാദിലേക്കുള്ളത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതുവരെ അത് മാറ്റിക്കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പല ജില്ലകളിലും ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നു. ആ വിച്ഛേദിച്ച ഇൻ്റർനെറ്റുകളൊന്നും നാളിതുവരെ മാറ്റിക്കൊടുക്കാനോ പുനഃസ്ഥാപിക്കാനോ തയ്യാറായിട്ടില്ല. അത് ഒരു പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു അടിയന്തരാവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും പലയിടത്തും. അത് കുറച്ചുകൂടി ആളിപ്പടരുന്ന രീതിയിലേക്ക് ഒരു വലിയ പ്രക്ഷോഭമായി രൂപം കൊള്ളുന്നു എന്നാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.